ധവളപത്രം ഉമ്മാക്കിയല്ലെന്നും മുൻ സർക്കാരിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ 6000 കോടി ട്രഷറിയിൽ ബാക്കിയുണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞത്. മെയ് 16-ാം തീയതി 2000 കോടിയാണ് ഉള്ളത്. ആളുകളെ പറ്റിക്കുകയാണ്. മുൻ സർക്കാരിന്റെ കയ്യിൽ 6000 കോടി ഉണ്ടായിരുന്നുവെങ്കിൽ കടം കൊടുക്കാനുള്ളിടത്ത് എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. 27,000 കോടി DA കുടിശ്ശികയുണ്ട്. 6000 കോടി ബാക്കിയുണ്ടെങ്കിൽ ഒരു കുടിശ്ശികയെങ്കിലും കൊടുക്കാമല്ലോ. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക എന്തുകൊണ്ട് കൊടുത്തില്ല? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 476 കോടി രൂപ നൽകാനുണ്ട്. കാരുണ്യ സ്കീമിൽ 2017 കോടിയുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കഥയുണ്ടാക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. എല്ലാ വിവരവും ധവളപത്രത്തിലുണ്ട്. ട്രഷറി ബാലൻസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ വളരെ മോശമാണ്, വി.ഡി. സതീശൻ പറഞ്ഞു. കിഫ്ബി കടം വാങ്ങിയ തുകയുടെ പലിശ നിരക്ക് കേട്ടാൽ തല കറങ്ങി വീഴുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രത്യേക സാമ്രാജ്യം പോലെയാണ് കിഫ്ബിയെ വെച്ചിരിക്കുന്നത്. കിഫ്ബി ഞങ്ങൾക്കൊരു പ്രശ്നമാണ്. പൊതുമരാമത്ത് വഴിയുണ്ടായ നഷ്ടവും കൂടുതലാണ്. PWD വകുപ്പിലുണ്ടായ അനാവശ്യ കാലതാമസം പ്രതിസന്ധിയുണ്ടാക്കിയെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ട്രഷറിയിൽ വലിയ തുകയുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണ്. ട്രഷറി ക്യാഷ് ബാലൻസ് പരിശോധിച്ചാൽ ഇത് വാസ്തവമല്ലെന്ന് മനസ്സിലാകും. ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കഴിഞ്ഞ സർക്കാർ ചെയ്തതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.